നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് വെച്ചതെന്ന് CPM പ്രവർത്തകൻ അരവശ്ശേരി മുഹമ്മദ്. CCTV കേടാണെന്നാണ് വിചാരിച്ചത്, പുതിയത് വെച്ചത് അറിഞ്ഞില്ലെന്ന് മുഹമ്മദ് പറയുന്നു. എന്തായാലും മുഹമ്മദിന്റെ വാട്സപ്പ് സന്ദേശം കോൺഗ്രസ് പുറത്തുവിട്ടു. കഴിഞ്ഞ രാത്രിയാണ് കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച കേസ് നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലായിരുന്നു ഫ്ലെക്സ്. ഇതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ മഹാൻ. എന്നാൽ ബോർഡ് വയ്ക്കുന്നത് CCTVയിൽ തെളിഞ്ഞതോടെ നാട്ടുകാരെല്ലാം വിവരമറിഞ്ഞു. സംഭവം സംസ്ഥാന തലത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് അരവശ്ശേരി മുഹമ്മദിന്റെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്നത്. ക്യാമറ കേടാണെന്ന് കരുതിയാണ് ഫ്ലെക്സ് വെച്ചതെന്നും പുതിയത് കണ്ടില്ല എന്നുമാണ് വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് അരവശ്ശേരിയുടെ വിശദീകരണം. പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്ക് മുഹമ്മദ് നൽകുന്ന മറുപടിയാണ് ശബ്ദ സന്ദേശം. കോൺഗ്രസിൽ വിപ്ലവം വരാൻ ചെയ്തതാണെന്ന് മുഹമ്മദ് പറയുന്നു. ഞാൻ ബോർഡ് വെച്ചത് എൻ്റെ പ്രസ്ഥാനത്തോട് ഏറ്റവും എതിരുള്ള പ്രസ്ഥാനത്തിൻ്റെതാണ്. വാടാനപ്പള്ളിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളുണ്ട്. നേതാക്കന്മാർക്കെതിരെ നിരന്തരം പോസ്റ്റിടുന്ന ആളുകളുണ്ട്. ഞാൻ അത്തരം തരംതാണ കാര്യം ചെയ്തില്ല. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാൻ ചെയ്തതാണ് എന്നിങ്ങനെയാണ് മുഹമ്മദിൻ്റെ വ്യത്യസ്തമായ വാക്കുകൾ. ക്യാമറ ഉള്ള കാര്യം താൻ അറിഞ്ഞില്ലെന്നും ക്യാമറ കേടായിരുന്നു എന്ന ധാരണയിലാണ് ചെയ്തതെന്നും മുഹമ്മദ് വിശദീകരിക്കുന്നു. മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ക്യാമറ വന്നത് തോന്നുന്നു. ക്യാമറ കേടാണെന്നാണ് അറിഞ്ഞത്. ആ ധൈര്യത്തിലാണ് ചെയ്തതെന്നും മുഹമ്മദ് പറഞ്ഞു. ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടെന്നും ആർക്കെങ്കിലും ചൊറിയാൻ നിർബന്ധമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാമെന്നും മുഹമ്മദ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് മുഹമ്മദ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രിയായി കെ.സി. വരട്ടെ എന്നായിരുന്നു ബോർഡിന്റെ വാചകം. ഇയാളുടെ ഭാര്യ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. സംഭവത്തിൽ UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിരുന്നു. നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വാടാനപ്പള്ളിയിൽ CPM പ്രവർത്തകന്റെ പ്രകോപനപരമായ നടപടി. UDF മണ്ഡലം കമ്മിറ്റി പേരിൽ പോലീസിൽ പരാതി നൽകി. പ്രതിഷേധ പ്രകടനവും നടത്തി. CPMന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലെന്ന് UDF നേതൃത്വം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണി നേരത്താണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച് കേസ് നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPM നേതാവ് സ്ഥാപിച്ചത്. രാവിലെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. CCTV ചതച്ചതോടെ നാട്ടുകാരെല്ലാം വിവരമറിഞ്ഞു. CPIMന്റെ ലോക്കൽ ഏരിയ നേതാക്കളുടെ ബലത്തിലാണ് ഈ കുൽസിത പ്രവൃത്തിയെന്ന് മണ്ഡലം UDF നേതാക്കൾ ആരോപിച്ചു. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവുമാണ് മുഹമ്മദ് അരവശ്ശേരി. ഇത്തരമൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ നടത്തിയ ഈ പ്രവൃത്തി CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. LDF സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷങ്ങൾക്കിടെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള ബോർഡുകൾ വെച്ചത് വഴി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോലും മൂർച്ഛിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. സംഭവം വിവാദമായതോടെ UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. CPM ലോക്കൽ ഏരിയ നേതൃത്വത്തിലുള്ള അറിവോടെയുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഏതായാലും രാഷ്ട്രീയ എതിരാളികളെ കൊടുക്കാൻ നോക്കി ഒടുവിൽ CCTV ക്യാമറയുടെ മുന്നിൽ സ്വയം കുടുങ്ങിയ മുഹമ്മദിന്റെ വിപ്ലവ നീക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചിരിക്കുകയാണ്.